എടി ഞാൻ ഇപ്പോഴാണ് ഇവിടുത്തെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഈ മാസം 20,000 രൂപ ശമ്പളത്തിൽ ഞാൻ എല്ലാം കൂടെ ഇതൊക്കെ എങ്ങനെ ഓട്ടിക്കാനാ? നമുക്ക് കൊച്ചിനെ കുറച്ചുകൂടെ ഫീസ് പറഞ്ഞ് അതിന് സ്കൂളിൽ പഠിപ്പിച്ചാൽ പോരെ? ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ രണ്ടുപേരും വീട്ടുകാരെ നല്ല കാശുണ്ടായിട്ടും നമ്മൾ പ്രേമിച്ചെന്ന ഒറ്റ കാലത്ത് നമ്മൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. അവരുടെ മുന്നിൽ നമ്മുടെ കൊച്ചിനെ സ്കൂൾ സ്റ്റാറ്റസ് ഓർക്കാൻ എനിക്ക് പറ്റില്ല. നീ വേണേ ഒരു ജോലി കൂടി ചെയ്തോ, പക്ഷെ സ്കൂൾ ഇത് തന്നെ വേണം. എടി സാർ പ്ലീസ് പ്യൂൺ, അവിടെ വേറെ ഏതെങ്കിലും അച്ചീവേഴ്സ് ഉണ്ടോ? ഒരു മിനിറ്റ്. അല്ല, ഈ അച്ചീവർ എന്ന് വെച്ചാൽ ഓ സോറി, ഞാനത് പറയാൻ പറ്റുമോ. ഈ ഒരു സ്കൂളിൽ അഡ്മിഷൻ വാങ്ങുക എന്ന് പറയുന്നത് ഏതൊരു പാരന്റിന്റെയും ഡ്രീമാണ്. ആ ഡ്രീം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ അച്ചീവ് എന്ന് വിളിക്കുന്നത്. അല്ലേ ശ്രുതി? മാഡം, ഓ യെസ്, ഒരു അച്ചീവർ കണ്ടസ്റ്റന്റ് കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അകത്തേക്ക് കരുത്തി വിടൂ. ഒരുമിച്ച് നമുക്ക് പ്രൊസീജിയേഴ്സ് തീർക്കാലോ, റൈറ്റ്? ഓ ബൈ. വാ ചേട്ടാ, ഡോർക്ക പിറ്റിംഗ് സറിയല്ല, ഇത് മാത്രം ഹിഞ്ച് മാത്രം ഹിഞ്ച്. നമസ്കാരം മാഡം. നമസ്തേ ജി. മിസ്റ്റർ രാഹുൽ, ദിസ് ഈസ് അവർ ന്യൂ അച്ചീവർ കണ്ടസ്റ്റന്റ്. രാഹുൽ ചേട്ടാ. താനെന്താ? ചേട്ടാ, ഞാനിവിടെ അഡ്മിഷൻ എടുക്കാൻ വന്ന കുട്ടിക്ക്. ചേട്ടനോ? ഞാൻ എൻ്റെ കുട്ടിയുടെ അഡ്മിഷൻ്റെ കാര്യമായിട്ട്. അതെയോ? ഞാൻ കുറെ അന്വേഷിച്ചു, നല്ല സ്കൂളാന്നാ കേട്ടെ. മഞ്ഞ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ബാക്കിയെല്ലാം കൊള്ളാം. സൂപ്പറാ. വൈഫ് പറഞ്ഞു ഇവിടെ തന്നെ ചേർക്കണമെന്ന് പറഞ്ഞു. ആ, ബെസ്റ്റ് എഡ്യൂക്കേഷൻ. എക്സ്ക്യൂസ് മീ ഗൈസ്, ലൈക്ക് നിങ്ങൾക്ക് പരസ്പരം അറിയാമോ? അതെയോ? ഞാൻ എൻ്റെ വീട്ടിൽ മുമ്പ് ജോലിക്ക് വിളിച്ചത്. മുമ്പല്ല, ഞാൻ ഇപ്പോഴും അവിടെ ജോലിക്ക് പോകുന്നുണ്ട്. ചേട്ടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ, അതാ ഇപ്പൊ ചേട്ടനെ കാണാത്തെ. വാട്ട്? താങ്കളെ ഇറക്കി വിട്ടുന്നു? ആ മട്ടം ചേട്ടൻ പണിക്കൊന്നും പോകലായിരുന്നു, ചുമ്മാ വീട്ടിലിരിക്കും, ബൈക്കിൽ സെറ്റി നടക്കും അതിലെ. എന്നിട്ട് ഞാൻ അവിടെ പണിക്ക് പോകുമ്പോൾ ബഡാ സാബ് ചേട്ടനെ നല്ല സീത്ത് പറയും വന്നു. എന്നിട്ട് ചേട്ടൻ പണിയും കൂലിയും ഇല്ലാതെ പ്രേംസു എന്ന് പറഞ്ഞ ചേട്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ചേട്ടന് പകരം ബാള വെച്ചാൽ മതിയെന്നു ബഡാ സാബ് എപ്പോഴും പറയും. ഇല്ല ചേട്ടാ? ഓ ദാറ്റ്സ് സോ സാഡ്. എന്നിട്ടെന്താ, ഞങ്ങൾ ഒരു പറമ്പ് ഫുൾ കളിച്ചിട്ട് അവിടെ ഫുൾ വാള വെച്ചു. എന്നിട്ട് ആ വാള എല്ലാം കൂടെ കൊളിച്ച് കഴിഞ്ഞപ്പോൾ വിട്ടു. കുറച്ച് സാധനം എനിക്ക് തന്നു. ഞാൻ അത് കൊണ്ടുപോയിട്ട് ബനാന ചിപ്സിന്റെ ഒരു ഫാക്ടറി തുടങ്ങി. ഇപ്പോൾ ഫാക്ടറി സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അതെ, പ്രൊസീജിയേഴ്സ് ഒന്ന് തീർത്തിരുന്നെങ്കിൽ എനിക്ക് ജോലിക്ക് പോകണമായിരുന്നേ. ചേട്ടൻ ജോലിക്ക് പോകാൻ തുടങ്ങിയോ? ജോലിക്ക് പോയാൽ തല കറങ്ങുമെന്ന് ചേട്ടനെ പണ്ട്, ഇപ്പൊ മാറിയോ? പട്ടിണി കിടന്ന കറക്കൊക്കെ നിൽക്കും പോലെ. അത് ശരിയാ. മിസ്റ്റർ ഭൂൽകുമാറിന് എത്ര കുട്ടികളുണ്ട്?